ഞാൻ നിരൂപിക്കുന്നില്ല. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ 5 വർഷവും ഇന്ത്യയുടെ പാർലമെന്റിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി പുറത്തുപോയി ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്നവരാണ്. അതിൽ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, 2 പേരാണ് പോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയാണ്, അദ്ദേഹം കേരളത്തിന്റെ ശബ്ദമായി മാറണം, മോഡിയെ പിടിച്ചു കെട്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തത്. നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും LDF ഒരു മുൻതൂക്കം കിട്ടിയതാണ്. അപ്പൊ ആ മുൻതൂക്കം നേടിയ പ്രധാനമന്ത്രിയാകാൻ പോയാൽ പ്രതിപക്ഷത്ത് നേതാവായിരിക്കാൻ പോലും ഭയപ്പെടുന്ന കാഴ്ചയാണ് 5 വർഷം കണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്താൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും ഏറ്റെടുക്കാൻ ഭയപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവാണ്, സഭയിൽ ഹാജരായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ അദ്ദേഹം വയനാട് എന്ന് പറയുന്ന തന്റെ മണ്ഡലത്തെ കുറിച്ചും കേരള സംസ്ഥാനത്തെ കുറിച്ചും അവിടുത്തെ ജനങ്ങളെ കുറിച്ചും അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ പോയിട്ട് അവർക്ക് ഭാഷാ പരിചയത്തിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാമല്ലോ. അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ശല്യം ചെയ്യുന്നു, പത്രങ്ങളിൽ എഴുതുന്നു. ഞാനൊന്ന് ചോദിട്ടെ, വയനാട്ടിലെ ഈ വിഷയം നേരത്തെ തന്നെ അവിടുത്തെ ഇന്ത്യ അറിയണ്ടേ? അദ്ദേഹം അതിനുവേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദം ഉയർത്തണ്ടേ? പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും ഏറ്റെടുക്കാൻ ഭയപ്പെടുന്ന ഒരാൾ തിരുവനന്തപുരത്ത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു. നമ്മളൊക്കെ ചില പാർട്ടിയുടെ മെമ്പർഷിപ്പ് സമയമുണ്ട്. ഇവിടെ നമ്മൾ നടന്ന് കുടിയെല്ലാം പിടിച്ച് മുദ്രാക്കി പിടിച്ച് പോകുമ്പോൾ മെമ്പർമാരെ ചേർത്തെടുത്ത് പോകുന്നവരെ ഇയാൾ കടന്നുപോയ വഴിക്കുള്ളവരെല്ലാം BJP പോയി ചേർന്നു. കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ഒന്ന് മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരും BJPയോട് ചേർന്നേച്ചു പോയി. ഇത് കോൺഗ്രസിന്റെ യാത്രയായിരുന്നു, BJPയുടെ മെമ്പർഷിപ്പ് യാത്രയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ കേരളത്തിന്റെ സാമ്പത്തികമായി കേരളത്തെ ജനിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കേരളത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കുകയില്ല. അഭിമാനത്തോട് പറയട്ടെ, ഇടതുപക്ഷം സർക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലുണ്ട്, ധനകാര്യമന്ത്രിയുണ്ട്, 2 ഗഡുക്കൾ കൂടി 3100 രൂപ കൂടി വീണ്ടും ഗഡുക്കൾ അനുവദിച്ചു കഴിഞ്ഞു. നമ്മളെ സാമ്പത്തികമായി ജനിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ വീണ്ടും അനുവദിച്ചു. വിഷുവിന് മുമ്പ് 2 ദിവസത്തിനുള്ളിൽ സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമ്പോൾ കോൺഗ്രസുകാരന്മാരെ പറയണം, ഈ നാളെ മുതൽ കയറിയായി നാളെ വീടുകളിൽ കയറി വന്ന് അവര് തരികയില്ല 500 രൂപയാണ് തന്നുകൊണ്ടിരുന്നേ, 1500 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച് ഇടതുമുന്നണി സർക്കാരാണ്. ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, എല്ലാ ഘട്ടഘട്ടത്തിലും വെള്ളപ്പൊക്കമാകട്ടെ, കോവിഡ് ആകട്ടെ, നിപയാകട്ടെ, ഏത് പ്രതിസന്ധിയും കേരളത്തിലെ ജനങ്ങളെ നെഞ്ചു വീഴ്ത്തിയെന്ന് അവരോടൊപ്പം നിന്ന് ധൈര്യമായി നേരിട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയമസഭയിലെ പറഞ്ഞു കൊടുക്കും, കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ജയിക്കുകയാണ്, കൊടുക്കും എന്ന് പറഞ്ഞു. കൊടുത്താലോ? ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? UDF-കാർക്ക്, കോൺഗ്രസ്സുകാർക്കോ ലീഗുകാർക്കോ പറയാനുണ്ടോ? 2 ഗഡു നാളെ മറ്റന്നാൾ ബാങ്കിൽ വരുമ്പോൾ ഇവർ വീടുകളിൽ കയറി പറയും നിങ്ങൾ തരണം. അവർ പറയും വന്നില്ല. വരുന്നു എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. പണം അനുവദിച്ചു കഴിഞ്ഞു, അത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തും പൈസ. പിന്നെ അക്കൗണ്ടിൽ എത്തുമ്പോൾ പാവപ്പെട്ടവർ ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, അതുകൊണ്ടൊന്ന് ബാങ്കിൽ അന്വേഷിച്ചോണം. 2 ദിവസം കഴിഞ്ഞ് അന്വേഷിച്ചാൽ മതി, അതവിടെ കാണും. അത് അവരെ ബോധ്യപ്പെടുത്തണം. പറഞ്ഞ വാക്കുകൾ പാലിച്ചു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നവർ ആര് സ്നേഹിക്കും? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരു കരത്തിലിരിക്കുന്ന ചോറ് എന്തോന്നറിയാൻ എല്ലാം കൂടെ വാരി ഞെക്കണ്ട, 1-2 ഞെക്കിയാൽ മതി. ഒരു ഞെക്കി നോക്കാം. കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പക്ഷേ വെള്ളപ്പൊക്കം വന്നപ്പോ ഒരുപാട് ദുരിതത്തിലായി. എല്ലാവരും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോയി. നമ്മളെ ക്യാമ്പുകളിൽ എത്തുകയാണ്, സർക്കാർ ഒരുക്കിയ ക്യാമ്പുകളിലെത്തി. അവിടെ ഭക്ഷണം എത്തി. അപ്പൊ എന്താ പറയുക, വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു, ചെരുപ്പ് നഷ്ടപ്പെട്ടു, കിടക്കാനുള്ള മെത്തയും പാലും നഷ്ടപ്പെട്ടു, കട്ടിൽ നഷ്ടപ്പെട്ടു, അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആളുകളെല്ലാവരും വീട്ടിൽ കിടന്ന പഴയ സാധനങ്ങളെല്ലാം വാരി കെട്ടി. ദുരിതാശ്വാസ ക്യാമ്പിൽ കൊടുക്കാൻ വേണ്ടി പഴയ കമ്പിളി, അമ്മൂമ്മയുടെ പഴയ 8 കൊല്ലം വലിച്ച അമ്മൂമ്മയുടെ കമ്പിളി, അപ്പൂമ്മ കിടന്ന് വലിച്ച പായ എല്ലാം എടുത്ത് പൊതിഞ്ഞപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി നിങ്ങൾ മറന്നുപോയത് അദ്ദേഹം പറഞ്ഞു, ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ നിങ്ങളെപ്പോലെ അഭിമാനം അന്തസ്സുള്ളവരാണ്. പഴയ സാധനങ്ങളുമായി ഒരാളും ഇങ്ങോട്ട് കടന്നു വരരുത്. പുതിയ ചപ്പലും പുതിയ വസ്ത്രവും പുതിയ നൈറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. മറക്കരുത്. അല്ലാതെ ഈ ഒറീസയിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടുന്ന് കമ്പിളിയെല്ലാം പൊതിഞ്ഞിട്ട് നടക്ക്. പലരും കമ്പിളി പൊതിഞ്ഞിട്ടി, പഴയ കമ്പിളി, അമ്മൂമ്മയുടെ പഴയ കമ്പിളിയൊക്കെ അതൊന്നും എടുത്തില്ല. അതൊക്കെ എടുക്കാതെ പുതിയ സാധനങ്ങളായി വരാൻ പറഞ്ഞു.
അപ്പൊ അദ്ദേഹത്തിന്റെ ആഹ്വാനം എത്രത്തോളം നല്ലതാണ്. മിണ്ടാപ്രാണികൾക്ക് കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ചാത്താൻകോട്ടയിലെ അമ്പലക്കുരങ്ങ് ചന്തക്കുരങ്ങ് ആഹാരം കൊടുക്കാൻ മുൻകൈ എടുത്തു. മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളെയും സംരക്ഷിച്ചു. അതാണ് ഇടതുപക്ഷത്തിന്റെ മനുഷ്യ സ്നേഹം. ആ മനുഷ്യ സ്നേഹം കൊണ്ടാണ് ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്ന പൗരത്വ ബില്ലിനെ എതിർക്കുന്നു, ഈ രീതിയിൽ സുപ്രീം കോടതിയെ എതിർക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരു MP 5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ UDF MP 5 കൊല്ലവും കോൺഗ്രസിൽ തന്നെ കാണും എന്ന് തന്നെ ഉറപ്പുള്ളൂ. അനധികൃതമായി പണം ഉണ്ടാക്കുന്നവന്റെ കുത്തിനെ കീഴി വെച്ച് പിടിച്ചേച്ചെന്താ നമ്മുടെ നാട്ടിൽ കൊണ്ട് പറയും കുത്തിനെ പിടിച്ചേച്ച. ഇപ്പൊ പ്രകാശ് ബാബു സാർ പറഞ്ഞതിന്റെ വേറെ രീതിയാ, കുത്തിനെ പിടിച്ചേച്ച് പറയും. എന്നെ ഇപ്പൊ കേസ് പ്രതിയാക്കും. പഴയ ഇടി പോലീസുകാരന്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് പണം പറയും. ഇപ്പൊ എന്താ പൈസ അവിടെ കൊടുക്കുക, ഏമാന് പൈസ വേണം, എന്നിട്ട് നിന്നെ കുത്തിനെ പിടിക്കാൻ ഏമാന് പൈസ വേണമെന്ന് പറഞ്ഞ് പൈസ വാങ്ങുന്നവരെ ഏമാന് പൈസ വാങ്ങിക്കാനല്ലേ ഇലക്ട്രൺ ബോർഡ് നടപ്പിലാക്കിയത്. ഓരോ വേലത്തരം കാണിക്കുന്നവരെ കുത്തിനെ പിടിക്കുക, അവനെ പേടിപ്പിച്ച് ഏമാന് പൈസ വാങ്ങിച്ചു കൊടുക്കുക, ഇലക്ട്രൺ ബോണ്ടാ. ഏമാൻ അതുകൊണ്ട് എന്ന് കുതിര കച്ചവടം നടത്താൻ വേണ്ടി ഉപയോഗിക്കുക. ഇതൊക്കെ അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കഴിയുമോ? നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒന്നിച്ച് ജീവിക്കുന്ന ഈ മണ്ണിൽ 100 വർഷങ്ങൾ മുമ്പ് സീതാരാമ ഗുരുദേവനും അയ്യങ്കാളെയും മന്നത്ത് പത്മനാഭനും ഒക്കെ നമ്മുടെ ഇടയിൽ വന്ന് ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ, മതചിന്തകളിൽ നമ്മളെ മോഹിപ്പിച്ച പരിവർത്തനങ്ങൾ, ആ പരിവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മുസൽമാനെ കാണുമ്പോൾ മുഖം വെട്ടിത്തിരിക്കാനും, ക്രിസ്ത്യാനിയെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കാനും, ഹിന്ദുവിനെ കാണുമ്പോൾ കാണിത്തുപ്പാനും മലയാളി തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനങ്ങൾ, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പരസ്പര സഹകരണങ്ങൾ, കേരളത്തിന്റെ നിയമനിർമ്മാണം പോലും തകർന്നിരിക്കുകയാണ്. കേരളത്തിലെ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളെ പോലുള്ള എംഎൽഎമാർ ഞങ്ങൾ ചർച്ച ചെയ്ത് പാസാക്കുന്ന നിയമങ്ങൾ, ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന നിയമങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ഗവർണർ, അദ്ദേഹത്തിന്റെ ഇസബ് ഡയറക്ടറേറ്റ് കിട്ടിയ ശേഷം ശബ്ദം കിട്ടില്ല. നമ്മളെ പറഞ്ഞ മന്ത്രവാദി വന്ന് പശു കൊടുത്തതിന് ശേഷം ശബ്ദം കിട്ടില്ല എന്ന് പറയും. ഈ ബഹളമെല്ലാം SFIക്കാരായിട്ട് വഴക്ക്, DYFIക്കാരുമായിട്ട് വഴക്ക്, വഴി കിടന്ന് വഴക്ക്, മുഖ്യമന്ത്രിയോട് വഴക്ക്, മന്ത്രിമാരോട് വഴക്ക്, പാവപ്പെട്ട ബാലഗോപാലനോട് അതിർത്തി, വേറെ ആരോടാണെങ്കിലും പോട്ടെന്നിരിക്കെ നമ്മളെ കാര്യം വല്ലതും പറഞ്ഞിട്ടാന്ന് വിചാരിക്കുക. ഒന്നും ചിരിക്കാൻ മാത്രം ചെയ്യുന്ന ബാലഗോപാലനോട് അതിർത്തിയാ. ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള മര്യാദകൾ ഈ രാജ്യത്ത് അനുവദിക്കാൻ പറ്റില്ല. ഇതിനെതിരെയുള്ള പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കാൻ ഈ ബാങ്ക് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് എല്ലാവരും പോയത്